ഇന്ന് വൈകിട്ട് കനകക്കുന്നിൽ നിന്നപ്പോൾ ഉള്ള ആകാശ കാഴ്ചയാണത്. അപ്പോൾ ഇത് ഇങ്ങനെ ഞാൻ ഷൂട്ട് ചെയ്യാനുള്ളൊരു കാര്യം, ഇന്ന് രാവിലെ ക്ലാസ് പോകുന്ന സമയത്ത് നല്ല മഴയായിരുന്നു. മഴയെന്ന് പറഞ്ഞാൽ നല്ല കർക്കിടകത്തിലെ പോലെ തോരാതെ മഴ പെയ്തു രാവിലെ. പാളയത്ത് ചെന്ന് ബസ് ഇറങ്ങുന്ന സമയത്ത് ഈ പറയുന്ന പോലെ തുണിയൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട്, അതായത് നല്ല വെള്ളപ്പൊക്കത്തിലൂടെയാണ് നടന്നു പോയത്. അപ്പോൾ ഇന്നത്തെ ദിവസം മഴ തോരൂല എന്ന് തോന്നിക്കുന്ന തരത്തിലൊരു അന്തരീക്ഷമായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ട് വൈകിട്ട് എന്നെ ഹസ്ബൻഡ് വിളിക്കാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു പുസ്തകം വേണം എന്ന് പറയുകയും ഞങ്ങളങ്ങനെ സ്റ്റാച്യു DC ബുക്സിൽ പോയിട്ടൊരു ബുക്ക് വാങ്ങിക്കുകയും തിരിച്ച് കനകക്കുന്നിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ച് അവിടെ ഇരുന്നപ്പോൾ ആകാശത്തിൻ്റെ ആ ഒരു ഭംഗി വല്ലാതെ അങ്ങ് ആസ്വദിക്കുന്ന തരത്തിൽ, അതായത് അത്രമാത്രം ബ്യൂട്ടിഫുള്ളായിരുന്നു ആകാശം. നമ്മുടെ ആ സൺസെറ്റിൻ്റെ ആ റെഡ് കളർ ആ മേഘങ്ങളിലേക്ക് വരുന്ന ആ കാഴ്ച, അതുപോലെ തന്നെ മഴ ഇങ്ങനെ പെയ്യാനായിട്ട് തങ്ങി തങ്ങി നിൽക്കുന്ന ആ മഴമേഘങ്ങൾ എല്ലാം കൊണ്ടും ആകാശം കാണാൻ നല്ല ഭംഗിയായിരുന്നു. അപ്പം നമുക്ക് ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ നമുക്കങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂല. എന്നിരുന്നാൽ പോലും നമ്മുടെ ഈ പ്രകൃതിയിലൊക്കെ സഡൻലി ഉണ്ടാകുന്ന ആ മാറ്റങ്ങൾ, ആ നഗ്നമായിട്ടുള്ള കണ്ണുകൊണ്ട് നമുക്കത് ആസ്വദിക്കാൻ പറ്റുന്നത് തന്നെ ഒരു ദൈവാനുഗ്രഹമാണ്. അപ്പോൾ ഇന്നത്തെ വൈകുന്നേരം വളരെ മനോഹരമായിരുന്നു. അപ്പോൾ അങ്ങനെ ആ പുസ്തകം കൂടെ വായന തുടങ്ങി. അപ്പോൾ മുഴുവനായിട്ട് വായിച്ചില്ല, എങ്കിലും നല്ലൊരു പുസ്തകമാണ് ആനി എർണോയുടെ ഒരു പെൺകുട്ടിയുടെ ഓർമ്മ എന്ന ബുക്ക്. അപ്പോൾ അത് വായിച്ചിട്ട് ബാക്കി റിവ്യൂ പറയാം. താങ്ക്